छोटा साहब क्या करता है? मम्मी कहाँ है? ആഹാ, രാംസിംഗ് പെട്ടെന്ന് വന്നല്ലോ. हमको साइकिल में വലിയ ഉപകാരമായി. രാംസിംഗിന് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ. आप क्या कहता है? मैं साहब ये बहुत खुशी की बात है. രാംസിംഗിന്റെ മാതൃഭാഷ ഹിന്ദിയല്ലേ? हाँ जी. അല്ല, എന്തോ ഒരു വിഷമം പോലെ. അത് हमको कुछ विक है. എനിക്ക് കുറച്ച് വിക്കുണ്ട്. ഓ, പിന്നെ എന്റെ ബച്പൻ മേ കേരള ആ ഗയ. എന്റെ കുട്ടിക്കാലത്ത് മേരെ പിതാജീന്റെ അമ്മേന്റെയും കൂടെ കേരളത്തിൽ വന്നാണ്. രാംസിംഗ് ഇരിക്കെ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. എന്റെ പൊന്നുമോനെ എന്നോട് സ്നേഹമായിട്ട് പെരുമാറ്. മോനെന്നെ ഇഷ്ടപ്പെട്ടാലേ എനിക്ക് പല പ്രയോജനമുള്ളതാണ്. രാംസിംഗ്, ചായ. आपको बेटा बहुत अच्छा है. ഇതേ പ്രായത്തിൽ കണ്ടതാണ് ഞാൻ എന്റെ ഛോട്ടാ ഭായിയെ 15 साल के पहले, 15 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴെവിടെ ഉള്ളത്? നേപ്പാൾ മേ. हमको കൊച്ചു കുട്ടികളെന്ന് പറഞ്ഞ ബഹുത്ത് ജീവൻ ഹേ മേം സാബ്. ഈ മോനെ ദിവസത്തിൽ ഒരിക്കലെങ്കിലും എടുക്കാൻ എന്നെ അനുവദിക്കണം. അത്രയ്ക്ക് ഇഷ്ടമാണോ കുട്ടികളെ? ഹാജി. എങ്കിൽ സമയം കിട്ടുമ്പോ അവിടെ നഴ്സറി വന്നോളൂ. अच्छा जी. മേ സാബ്, आपको പതി, അതായത് ഭർത്താവ് ദുബായിലാണോ? അതെ. അവിടെ നല്ല ജോലിയായിരിക്കും. കുഴപ്പമില്ല, പോയിട്ട് 2 വർഷമായുള്ളൂ. ഹാജി. കത്തെഴുതുമ്പോ ഈ ഭായിയുടെ അന്വേഷണം. തീർച്ചയായും. चल 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 मेरे साथी, ओ मेरे साथी, ओ मेरे हाथी. വരുന്നു. ഊർക്ക. ആ, ഇതാ പിടിക്ക. വരച്ചേ. ഗുഡ് മോർണിംഗ് നിർമ്മല ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ കളക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. കളക്ടറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് വിദേശ രാജ്യങ്ങളിലും ഇതേമാറ്റത്തെ സ്കൂളെല്ലാം ഉണ്ടെന്ന്. ടീച്ചർ പറയൂ, എന്റെ എന്ത് സഹായമാണ് ടീച്ചർക്ക് വേണ്ടത്? ഓ, തൽക്കാലം ഇത് ഇങ്ങനെ നടന്നാ മതി. ഹേയ്, അത് പറ്റില്ല. കോളനിയുടെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കും ചില കടമകളൊക്കെ ഉണ്ട്. ആഹാ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഇതൊന്നും പറ്റില്ല. കോളനി നിന്നെ പലരും അന്വേഷിക്കുകയാണ്. അല്ല, രാംസിംഗിന് കുട്ടികളെന്ന് പറഞ്ഞാൽ ജീവനാണത്രേ. ആ റോഡൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. ശമ്പളം കൊണ്ട് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇവിടത്തെ കുട്ടികളെ കൊഞ്ചിക്കാനല്ല. എവിടെയാണ് തന്റെ യൂണിഫോം? ഡേ ടൈം യൂണിഫോം ആവശ്യകത അല്ലേ? ആവശ്യകത ഉണ്ട്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞതാ. ഒരാഴ്ചത്തെ സമയം തരും. അതിനിടയ്ക്ക് കളനെ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗൂർക്കെ വേണ്ടെന്ന് വെക്കും. തന്റെ മറുഭാഷ എനിക്ക് കേൾക്കണ്ട. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. കള്ളനെ പിടിച്ചേ പറ്റൂ. ഇതൊരു നിസ്സാര പ്രശ്നമല്ലേ? പേരിനൊരു കള്ളനെ പിടിച്ചാ പോരെ? അതിന് കള്ളൻ എവിടെ? കണ്ണ് തുറന്ന് നേരെ നോക്ക്. നേരെ നോക്കടോ. കള്ളനെ കാണുന്നുണ്ടോ? ഇല്ല. ഞാൻ തന്നെ കള്ളനെ പിടിക്കുന്നു, അടിക്കുന്നു, തുരത്തി ഓടിക്കുന്നു. കോളനിക്കാരുടെ മുമ്പിൽ ഇത്രയും ചെയ്ത് കാണിച്ചാ പോരെ? അത് മതി. എന്നാ ഞാൻ തന്നെ കള്ളൻ. എന്നെ പിടിച്ചോളൂ, അടിച്ചോളൂ, തുരത്തി ഓടിച്ചോളൂ. അല്ല, നീയാവുമ്പം ആള് മനസ്സിലാവില്ലേ? മേലാകെ കരിയും തേച്ച് കറുത്ത തുണി കൊണ്ടൊരു മുഖം മൂടി ഇട്ട് ആരറിയാൻ പോകുന്നു തന്നെ? ആളുകൾ അടുത്ത് വരുമ്പോ നീ പിടിവിടുന്നു, ഞാൻ ഓടുന്നു. പ്രശ്നം തീർന്നില്ലേ? കുഴപ്പമില്ല. പക്ഷേ എന്ത് പക്ഷേ? എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? നാളെ ടെന്റില് കുറച്ച് വെളിച്ചെണ്ണയും കരിയും കരുതിക്കോളൂ. ആരുമില്ല. നല്ല ഒച്ചയും ബഹളം ഉണ്ടാക്കണേ. നോക്കട്ടെ, പ്രശ്നം വല്ലതും ഉണ്ടാവോ? ധൈര്യമായിട്ട് വേണം. പ്രശ്നം വല്ല ഉണ്ടാവും. നീ ധൈര്യമായിട്ടിരിക്കണം. ഇതെല്ലാം
എന്നാലും ഇടിക്കണം. അവന്റെ മുഖം പൊടിയൊന്ന് മാറ്റി കിട്ടണം. ആരാന്ന് നമുക്ക് സർവ ലോക ചോർക്കോ ഏക് മുഹേ. ലോകത്തിലെ എല്ലാ കള്ളന്മാരും കക്കുന്നവരാണ്. അവർക്കൊരു മുഖമുള്ളൂ, അത് ഭീകര ഭീകർ. അമ്പട പെരുങ്കള്ള, അപ്പൊ നീയാണ് എന്റെ മോളെ കയറി പിടിക്കാൻ വന്നതില്ലേ? ഏടാ കള്ള ട്രാവൽ ഏജൻസി. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഗാന്ധിനഗർ കോളനിയെ പറ്റി അറിയാവുന്ന ഒരുത്തനെ ഇവിടെ ഒന്ന് കക്കാൻ പറ്റും. എടാ പകൽമാനായി നടന്ന് നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേടാ? അയ്യേ അല്ലല്ല. അതെന്താ? ഭീം സിംഗ് കാ ബേട്ടാ രാം സിംഗ് ബോൾതാ ഹൈ. नहीं नहीं नहीं, मैं हिंदुस्तान का गुरखा है. ആത്മാഭിമാനമുള്ള ഗുർഖയാണ്. പോലീസ് കാ ബഡാ ഗുർഖ. പോലീസിനേക്കാളും വല്ലാണ് ഗുർഖ. ഞാൻ ഇവനെ വെറുതെ വിടില്ല. കുത്തേ കമീനെ ഞാൻ കുക്കറി ഊരാൻ പോവുകയാണ്. ഞാനിവനെ ഒരു ഗൂർഖയുടെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ കോളനിയിൽ ആട്ടും തോലിട്ട് നടന്ന ഒരു ചെന്നായെ ഗൂർഖ പിടികൂടി. ട്രാവൽ ഏജൻസിയുടെ ഒരു ബോർഡും വെച്ച് ആ കള്ളൻ മാധവൻ ഇവിടുത്തെ വീടുകളുടെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കുകയും കോളനിയിൽ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തു. ഈ കോളനിയിലെ സെക്രട്ടറി എന്ന നിലയിൽ ഇവിടുത്തെ ആളുകളുടെ നന്ദിയും സ്നേഹവും ഗൂർഖ രാം സിംഗിനെ ഞാൻ അറിയിക്കുന്നു. മറുപടി പ്രസംഗത്തിനായി ശ്രീമാൻ രാം സിംഗിനെ ഞാൻ ക്ഷണിക്കുന്നു. രണ്ട് വാക്ക് പ്ലീസ്. भाइयों और बहनों, चोर मचाए शोर. चोर ने पिड़कल हमारा काम है. ചോറിനെ പിടിക്കേ? മാഫ് കീജിയേ, ചോറെന്ന് പറഞ്ഞാ നമ്മൾ തിന്നുന്ന ചോറല്ല, ചോർ കള്ളൻ. പോലെ ഹം കെൽട്രോൺ में 10 चोर को पकड़ा. 10 കള്ളന്മാരെ പിടിച്ചു. 10 കള്ളന്മാരോ? आज हिंदुस्तान में हमारा ഗൂർഖ ഫാമിലി ബഹത്ത് नहीं. ഇന്ന് കോട്ടയത്തൊരു കോളനിയിലെ ചില ആൾക്കാർ വന്നിരുന്നു. അവർ ഹംകോ 100 രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇപ്പൊ തരുന്നതിന് 150 രൂപ കൂടുതൽ തരും. ये निर्देश हम परिगण करेगा. भाइयों और बहनों, एक गरीबी गुरखा से इतना बड़ा प्यार आप लोग दिया. നിങ്ങളുടെ ഈ പ്യാർ ഇനിയും ഇനിയും ചോറുകളെ പിടിക്കാൻ മുझको പ്രചോദനം തരട്ടെ. ജയ് ഹിന്ദ്. ടീച്ചറേ, ടീച്ചർ എന്താ ഇവിടെ? ഞാൻ മാധവനെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. എന്താ ഇതൊക്കെ? മേലുവേദനക്കുള്ള മരുന്നാ. ടീച്ചർ അറിഞ്ഞില്ലേ, എനിക്ക് ഇന്നലെ സൗജന്യമായിട്ട് കുറച്ച് തല്ല് കിട്ടി. ഞാൻ അറിഞ്ഞു. ഓ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മാധവനിൽ നിന്നും ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ടീച്ചർക്ക് വാട്ടുണ്ടോ? ഉണ്ട്. ഒരു കള്ളനെ മാന്യനായി കരുതുന്നതും വട്ടാണല്ലോ. ടീച്ചർ, എനിക്കത് നിയന്ത്രണം വിട്ടുപോകും. ആളുകൾ എങ്ങനെ തല്ലിയപ്പം മാധവൻ ഭയങ്കര നിയന്ത്രണത്തിലായിരുന്നെന്ന് കേട്ടു. നിലവിളിച്ചല്ലാതെ
വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലെന്ന് അറിഞ്ഞത്. ടീച്ചറോടായതുകൊണ്ട് ഞാൻ സത്യം പറയാം, കോളനിയിലെ മറ്റെരപ്പാളികളൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ഇന്നലെ കള്ളനായി അഭിനയിച്ചതാണ്. അത് കള. ഏത് കള? സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ സേതുവിനോട് ചോദിച്ചു നോക്ക്. സേതു? അതെ, നമ്മുടെ നേപ്പാളി ഗൂർഖ ഭീം സിംഗിന്റെ മകൻ രാം സിംഗ്. ടീച്ചർ അവന്റെ കഞ്ഞി പാറ്റയിട്ടുണ്ട്. എനിക്ക് ഏതായാലും കിട്ടാനുള്ളത് കിട്ടി. അവൻ ഗൂർഖയൊന്നുമല്ല, കോട്ടക്കാട്ട് അംശാധികാരിയായിരുന്ന ഗോവിന്ദൻകുട്ടി മേനോന്റെ മകൻ സേതു അവൻ. ഓഹോ. കള്ളനെ പിടിച്ചില്ലെങ്കിൽ ജോലി പോകുന്ന ആ പ്രാന്തി തള്ള ആ സെക്രട്ടറി അവനോട് പറഞ്ഞു. കള്ളനെ പോക്കറ്റിലിട്ട് നടക്കല്ലേ വിചാരിക്കുമ്പോ പിടിക്കാൻ. ടീച്ചർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. അല്ല, എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? എനിക്കെന്റെ പാസ്പോർട്ട് വേണം. മാധവനെ ഇനി ആ കോളനിയിൽ കേട്ടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നോട് കളിച്ച കോളനി ഞാൻ ചുട്ടുകരിക്കുന്നു അവരോട് പറഞ്ഞേക്ക്. മഹാപെശകാ ഞാൻ. ഓ. പാസ്പോർട്ട് അടുത്ത തിങ്കളാഴ്ച റിന്യൂ ചെയ്ത് കിട്ടും. അപ്പൊ അങ്ങോട്ട് കൊടുത്തേച്ചേക്കാം. തിങ്കളാഴ്ച മറക്കരുത് കേട്ടോ. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിലുറങ്ങും പൂമ്പാറ്റ. ചൽ 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 മേരെ ഹാത്തി, ചൽ 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 മേരെ സാത്തി, ചൽ ചൽ. ആ പൂമ്പാറ്റയുടെ പാട്ട് ഒന്നുകൂടെ പാടും. पूम्बाटा का गान एक बार फिर. टीचर जी, हम 15 साल के पहले खेल में आ गई, इसलिए हमको. ഓ, രാം സിംഗിന്റെ അച്ഛന്റെ പേര് എന്താന്നാ പറഞ്ഞത്? ഭീം സിംഗ്. രാം സിംഗിന് സേതു സിംഗ് എന്നൊരു സഹോദരനുണ്ടോ? സേതു സിംഗ്. സേതു സിംഗ്? नहीं नहीं नहीं. അപ്പൊ ഈ കോട്ടക്കാട് അംശാധികാരിയും രാം സിംഗും തമ്മിലുള്ള ബന്ധം എന്താ? മാധവനെ കണ്ടു അല്ലേ? അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും തല്ല് കിട്ടിയ ആരും തകർന്നു. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ ടീച്ചർ. എങ്ങോട്ട്? അല്ല, എന്നെ കോളനിയിൽ ഇനി നിർത്തില്ലല്ലോ. ഞാൻ സേതുവിന്റെ കഞ്ഞോട്ട് മുട്ടിക്കുന്നില്ല. കഥകളൊക്കെ മാധവൻ പറഞ്ഞു. ദുബായ് ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഒടുവിൽ ഇവിടെ എത്തിയതല്ലേ? അതെ ടീച്ചർ, തിരിച്ചു പോകാൻ ഒരു ഇടമില്ലാഞ്ഞിട്ടാ ഈ കോമാളി വേഷം കെട്ടിയത്. അല്ല, ടീച്ചറിന്റെ ഭർത്താവ് വിചാരിച്ച ഗൾഫിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും. അവിടെ ബാലേട്ടന് അത്ര വലിയ പരിചയമൊന്നും ആയിട്ടില്ല. എങ്കിലും ഞാൻ എഴുതി നോക്കാം. ഏതായാലും വേഷം കെട്ടിയില്ലേ, നല്ല വേഷ. പെട്ടെന്ന് ഊരണ്ട. ചൽ ചൽ പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ. ഞാനാ അതുകൊണ്ട് തന്നെ ഓടിയത്. തൃപ്തിയായല്ലോ നിനക്ക്? അന്ന് രാവിലെ ബാഗും പിടിച്ചുകൊണ്ട് വീടിന്റെ മുമ്പ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതിയത് എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന്. നീ തന്നെയല്ലേ പ്ലാൻ ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞ കള്ളനാവാൻ. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. ഏതായാലും ഞങ്ങൾ ഓഫീസ് മാറാൻ പോവാ. ഇവിടെ ശരിയാവില്ല. ഞാൻ കാരണം നിനക്ക് ഒരുപാട് തല്ല് കിട്ടിയല്ലേ? തല്ല് കിട്ടുമ്പോ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇതൊരു നല്ല അനുഭവമല്ലേ? നേര് പറയട്ടെ, എനിക്ക് നല്ല വൃത്തിയായി ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്തിന്? നിന്നെ പോലുള്ള ആളുകളെ സഹായിക്കാൻ പാടില്ല എന്നുള്ളൊരു പാഠം പഠിച്ചില്ലടാ. നീ എന്നെ തല്ലൊന്ന് പേടിച്ചിട്ടാ ഞാൻ വീട്ടിലോട്ട് വരായിരുന്നു. അത് നന്നായി, ഞാൻ തല്ലുമായിരുന്നു. പോട്ടെ, സാരമില്ല. ഇനിയെങ്കിലും ജോലി കളയാതെ നോക്കിക്കോ. ഞാൻ ബാംഗ്ലൂരിൽ മാറ്റം വാങ്ങിക്കാൻ പോവാ. അതിലിടക്ക് പെട്ടെന്ന് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ശരിയായില്ല, നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജോലി കളഞ്ഞ നീ എന്നെ അന്വേഷിച്ച് വരല്ലേ? ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. ഞാനും നിന്നെ ഒരു കാലത്ത് മറക്കില്ലടാ.